ഇറച്ചി മക്കൾ. അട്ടിറച്ചിയും അട്ടിറച്ചിയും കണ്ടുമുട്ടി പണ്ട്, ചോരയോടെ പെറ്റു വീണ സ്ലോട്ടർ ഹൗസിൽ വച്ച്. ഭൂതകാലം അവരെ നോക്കി ഭൂ എന്നൊരാട്ട്. രണ്ടുപേരും എളിമയോടെ ട്രാക്ക് ട്രാക്ക്. റസൂൽ പൂക്കുട്ടിക്ക് സിനിമകളിൽ സിങ്ക്. അടുമാടും വേറെ വേറെ വീടുകളിൽ ഫ്രൈ. കൈമൊരിഞ്ഞോ കാൽമൊരിഞ്ഞോ കണ്ണുകഴച്ചെന്നും കാഞ്ഞു നിന്നു ശബ്ദമില്ല സിനിമ പോൽ ഒരമ്മ. ഒരു കവിയായിരിക്കുമ്പോൾ തന്നെ തിരക്കഥാകൃത്തായിട്ട്, ഡോക്യുമെൻ്ററി സംവിധായകനായിട്ട്, പാട്ടെഴുത്തുകാരനായിട്ട്, മാധ്യമപ്രവർത്തകനായിട്ട്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഒരേ സമയം പണിയെടുത്തിട്ടുള്ള ഒരാളാണ് അൻവർക്ക. എന്നാൽ എല്ലാ മേഖലകളിൽ നിന്നും ഒടുവിൽ തിരിച്ചെത്തുന്നത് എല്ലായ്പ്പോഴും കവിതയിലേക്കാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അൻവർക്കയുടെ കവിതകളെ, ജീവിതത്തെ ഒക്കെ പിന്തുടരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം മേഖലകളിൽ പണിയെടുക്കുമ്പോഴും കവിത ഒരു വീട് പോലെ, തിരിച്ചു വരാനുള്ള ഒരിടം പോലെ, തൻ്റെ സ്വന്തം ഇടം പോലെ തോന്നാൻ കാരണം, അതിലെന്നും കവിതയിൽ നിലനിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ ഏത് കവി, എൻ്റെ കാര്യത്തിൽ മാത്രം ഏത് കവിയെയും ഒരു അടിസ്ഥാനപരമായ നിങ്ങളുടെ കവിത്വം എന്ന് പറയുന്ന ആ ഭ്രാന്ത്, ആ രോഗം ഇൻ കോട്ട്സ് അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങളെ പിടിച്ചാൽ നിർത്താൻ പറ്റില്ല. ഇപ്പം 100 ഇഴകുട്ടി പിരിച്ച കയർ പോലെ നീരൊഴുക്കെന്നെ ചുറ്റിപ്പിടിച്ച് വലിക്കവേ എന്ന് പറയുന്ന വയലുപ്പിള്ള വരിയുണ്ട്. ആ വരിക്കകത്ത് തന്നെ ആ മീനിങ് കിടപ്പുണ്ട്. അങ്ങനെ ഒരു പിടിച്ചു വരിയുണ്ട് ഇത്. മാത്രമല്ല ആ വരി ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ ജീവിതത്തിൽ എന്നെ ഭയങ്കര സ്വാധീനിച്ചിട്ടുള്ള വരിയാണ്. 100 ഇഴകൂട്ടി പിരിച്ച കയർ പോലെ നീരൊഴുക്കെന്നെ ചുറ്റിപ്പിടിച്ച് വലിക്കവേ വിതുമ്പിത്തുളുമ്പും നിൻ മിഴിയിൽ കണ്ടേൻ ക്രൂരമൃതിയെ ദ്രവിപ്പിക്കും സ്നേഹത്തിൻ്റെ അഗാധത. എനിക്കത് ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു കാമുകനും കാമുകയും, രണ്ട് ഇഷ്ടമുള്ള രണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ ജീവിതത്തിലൊക്കെ നമ്മൾ ഇതിനേക്കാളും ഈ വരി പറയുന്നതിനേക്കാളും ഒക്കെ മനോഹരമായ ബന്ധങ്ങളൊക്കെ ലോകത്തൊക്കെ. പക്ഷെ ആ ഭാഷയിലാണ് ആ ഭംഗി കിടക്കുന്നത്. ആ മനുഷ്യബന്ധത്തിൻ്റെ ആ ഭംഗിയെ, അതിൻ്റെ ആഴത്തെ, അതിൻ്റെ ഈ ഇഴകൾ അനേകം ആയിരക്കണക്കിന് നമ്മൾ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജീവനുള്ള ജൈവശരീരത്തിൻ്റെ അനേകം ത്രെഡുകൾ ചുറ്റിപ്പണയുന്നത് പോലെ ഈ ഭാഷയ്ക്കകത്തുള്ള അടരുകളിൽ കൂടെ ചുറ്റിപ്പടരുന്ന സാധനമുണ്ട് അതിൻ്റെ അകത്ത്. അതുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും കവിത വഴി. അതാണ് കവിതയുടെ ഒരു പ്രത്യേകത. ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഒരിക്കൽ ചെന്ന് പെട്ടി പിന്നെ അത് നിങ്ങൾക്ക് മോചനമില്ല, നിങ്ങൾക്കത് പുറത്തു പോകാൻ പറ്റില്ല. ചില വരികൾ നിങ്ങളെ ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇപ്പം പാന്തർ പെരുവഴി അമ്പലം തന്നിലെ തന്തരായി വന്നുടൻ കൂടും ഒരു നേരം ഓരോ കഥയും പറഞ്ഞു രമിച്ചവർ പാരം മഴ താൻ വെയിൽ താൻ ഇരുട്ടത് എന്ന് വായിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അതിങ്ങനെ പതിഞ്ഞു കിടക്കും. ഈ നമുക്ക് ഈ ഫിലോസഫി അല്ല, എൻ്റെ ആ ഭാഷയിൽ കൂടെ വരുന്ന ഒരു ശബ്ദവും അർത്ഥവും വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരു ശില്പമുണ്ട്, ഒരു കൺസെപ്ച്വലായ ഒരു ഗോപുരമുണ്ട് അതിൻ്റെ. അതാണ് എഴുത്തച്ഛൻ നമ്മളോട് തരുന്നത്. പക്ഷികളൊക്കെ പല വഴി വന്നൊരു വൃക്ഷത്തെ ആശ്രയിച്ച് ഒട്ടുനേരം വസിച്ച് ഒക്കെ ഓരോ വഴി പിന്നെ പറന്നു പോകും. നമുക്കറിയാവുന്ന കാര്യമാണ് അത്. പക്ഷികൾ വന്നിരിക്കുന്നതും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതവും ഒക്കെ ആണെന്നുള്ളത് ഫിലോസഫി ആണെന്നുള്ളത്. ഒരു ഫിലോസഫർ എന്ന് പറഞ്ഞാൽ ഫിലോസഫി ആയിട്ട് വായിക്കാം. പക്ഷേ ഇത് ഭാഷയ്ക്കകത്തൊരു ശില്പമാവുകയാണ്. നമ്മൾ മണ്ണിലോ കല്ലിലോ ഇരുമ്പിലോ ചരിത്രത്തിലോ വലിയ ശില്പങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന പോലെ ഭാഷയുടെ കൺസെപ്റ്റിൻ്റെ അകത്ത്, ഭാഷ ഒരു കൺസെപ്റ്റൽ സാധനമാണ്, അതിൻ്റെ അകത്ത് ശില്പം ഉണ്ടാക്കി വെക്കുന്ന പോലെയാണ്. ഈ ഭാഷയിൽ മുഴുകുന്നതിൻ്റെ അതെ ഭാഷയുടെ സൂക്ഷ്മമായ ശബ്ദാർത്ഥങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേർതിരിക്കാൻ പറ്റാത്ത ഭാഷയുടെ ഒരു ഇച്ചിരി മെറ്റാഫിസിക്കലായ ഒരു തലമുണ്ട്. ആ തലത്തിൽ മുഴുകല പ്രധാനമാണ്. സ്വന്തമായിട്ടൊരു ഭാഷ ഉണ്ടാക്കുക, അനുഭവങ്ങളെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഷ ഉപയോഗിക്കുക, അതിന് ഒരു പ്രാപ്തി നേടുക എന്നുള്ളത് ഒരു കവിയായിട്ട് രൂപപ്പെടാനുള്ള
ഒരു അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അൻവർ കെയുടെ ഒരു കാവ്യ ഭാഷയുടെ പരിണാമം ഞാൻ മഴക്കാലം മുതൽ പുതിയ പുസ്തകമായിട്ടുള്ള ഗാന്ധി തൊടൽമാല വരെ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ മഴക്കാലത്തിൽ അതിൻ്റെ അവതാരികയിൽ അൻവർ കെ ഒരു ഉത്തരാധുനിക കവിതയുടെ പ്രാരംഭകനായിട്ടാണ് വിലയിരുത്തുന്നത്. പക്ഷേ എൻ്റെ വായനയിൽ ആ പുസ്തകം ഒരു വിച്ഛേദം എന്നുള്ളതിനേക്കാൾ ആധുനികതയുടെ പല തുടർച്ചകൾ ഏറ്റുവാങ്ങിയ ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, അതിൻ്റെ ഭാഷയിൽ കുറച്ചുകൂടെ ഇപ്പോൾ എഴുതുന്ന ഭാഷയേക്കാൾ കുറച്ചും കൂടെ സംസ്കൃതോന്മുഖമായിട്ടുള്ള ഒരു ഭാഷ. പിന്നെ പ്രമേയങ്ങളിൽ പോലും ഇപ്പോൾ ഹൈന്ദവമായിട്ടുള്ള മിത്തോളജിക്കലായിട്ടുള്ള പ്രമേയങ്ങൾ, രൂപകങ്ങൾ, പിന്നെ ഒരു ജ്വലൽക്കാലം ആയിട്ടുള്ള ഒരു ബലിച്ചോരയായിട്ടുള്ള ഒരു ജീവിതം, അതിൻ്റെ അകത്തൂടെയുള്ള ഒരു അരാജകമായിട്ടുള്ള ഒരു പോക്ക്, ഇതൊക്കെ ഒരു നിലയ്ക്ക് ആധുനികതയുടെ ഒരു തുടർച്ച പോലെയായിട്ടാണ് എനിക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത്. അപ്പോൾ മുസ്തഫയെ പോലെയൊക്കെയുള്ള ഒരു കവിത മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിച്ഛേദത്തെക്കാൾ എനിക്കത് ആധുനികതയുടെ ഒരു തുടർച്ചയായിട്ടാണ് ആ പുസ്തകം തോന്നിയിട്ടുള്ളത്. പിന്നീട് പക്ഷേ ഇപ്പോൾ ഗാന്ധി തൊടൽമാലയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ ഭാഷ വല്ലാതെ മാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അതിൻ്റെ ഈ പറഞ്ഞ പോലത്തെ സംസ്കൃതമായിട്ടുള്ള ജടിലത വളരെയധികം ഇല്ലാണ്ടായിരിക്കുന്നു. പിന്നെ ഭാഷയ്ക്ക് വളരെയധികം ലാളിത്യം വന്നിരിക്കുന്നു. സമീപനത്തിലും കുറെ കൂടെ ഒരു ഹൃദ്യതയും കുറച്ചും കൂടെ പ്രസാദാത്മകതയും അല്ലെങ്കിൽ ജീവിതോന്മുഖതയൊക്കെ വന്നിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. ഈ ഭാഷയുടെ രൂപപ്പെടലിനെ തുടക്കകാലത്ത് സ്വാധീനിച്ച കവികൾ ആരെല്ലാമായിരുന്നു? പിന്നീട് അതിന് വന്നിട്ടുള്ള ഈ പരിണാമത്തിലൂടെ കടന്നുപോയത് എങ്ങനെയായിരുന്നു എന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അതിൻ്റെ ക്രിട്ടിക്കലായ ഒബ്സർവേഷൻ വലിയൊരു പങ്ക് ഞാൻ സമ്മതിക്കും, അത് ശരിയാണ്. ഈ മഴക്കാലത്തിന് മുമ്പ്, മഴക്കാലത്തിലായിട്ട് നീളമുള്ള കവിതകളൊക്കെ ആയിട്ട് 10-25 കവിതയേ ഉള്ളൂ. പലതും ഭയങ്കര നീളമുള്ള കവിതകളാണ്, എണ്ണത്തിൽ കുറവാണ്. അത് പബ്ലിഷ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു 100 കവിതകളോളം ഉണ്ടായിരുന്നു. അതിൽ 75 കവിത എങ്കിലും ഏകദേശം കണക്കാൻ പറഞ്ഞു ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. ചില കവിതകളൊക്കെ ഉപേക്ഷിച്ചത് വളരെ വേദനയോടുകൂടിയും മനസ്സോടെയുമാണ്. ഇപ്പോഴും എൻ്റെ ഡ്രോയിൽ, തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിലെ ഡ്രോയിൽ ആ കവിതകൾ ചിലത് കാണും. ഞാനത് കളഞ്ഞിട്ടില്ല. അതിൽ ചില കവിതകളിലെ ചില വരികൾ ഞാൻ പിൽക്കാല കവിതകൾ എടുത്ത് ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം അതായത് പൂർണ്ണമായും നമ്മൾ അത് ഉപേക്ഷിച്ചൊന്നും പറയാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു ഭൂതകാലം എനിക്കുണ്ട്. ആ കവിതകളിൽ പലതും ഫോർമേറ്റീവ് സ്റ്റേജിൻ്റെ പരിമിതികൾ എന്നുള്ളതാണ് അത് മാറ്റിവെക്കാനുള്ള കാരണം. ഒരു കവിയുടെ ഫോർമേറ്റീവ് സ്റ്റേജിലുള്ള എല്ലാ കാര്യങ്ങളും വായനക്കാരുമായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് വായനക്കാരുമായിട്ട് ഷെയർ ചെയ്യൽ വളരെ സെക്കൻഡറി ആയ കാര്യമാണ് കവിതയുടെ കാര്യത്തിൽ. കവിത വായനക്കാരുമായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു മീഡിയ അല്ല, അത് കാലമായിട്ടാണ് അത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഈ ഫോർമേറ്റീവ് സ്റ്റേജിലുള്ള കവിതകൾ തന്നെയാണ് പബ്ലിഷ്. പിൽക്കാലത്താണ് എനിക്ക് മനസ്സിലാവുന്നത്, അന്ന് ഞാൻ എത്ര ക്രൈറ്റീരിയ വെച്ചിട്ട് മാറ്റിയെങ്കിലും ഈ പബ്ലിഷ് ചെയ്ത കവിതകളും ചേർത്ത കവിതകളും ഫോർമേറ്റീവ് സ്റ്റേജിലുള്ള കവിതകൾ തന്നെയാണ് വലിയൊരു പങ്ക്. ഒരു പക്ഷേ അതിൻ്റെ അകത്ത് ഏകാന്തതയുടെ 50 വർഷങ്ങൾ നടന്ന കവിതയും മുസ്തഫയും അങ്ങനെ 2-3 വേറെ മറ്റേ ആര്യാവർത്തത്തിലൊരു രക്ഷൻ, അങ്ങനെ 2-3 കവിതകൾ ഒഴികെ ബാക്കി കവിതകൾക്കൊക്കെ പല സ്ഥലത്തും അബ്സ്ട്രാക്ഷൻ ഉണ്ട്. അബ്സ്ട്രാക്ഷൻ, നല്ല അബ്സ്ട്രാക്ഷൻ അല്ല, നെഗറ്റീവ് പോസിറ്റീവ് അല്ലാത്ത അബ്സ്ട്രാക്ഷനുണ്ട്. ചില അബ്സ്ട്രാക്ഷൻസ് നല്ലതായിരിക്കും, ഒരു പക്ഷേ പുതിയൊരു വായനക്കാർക്കും ചിലപ്പോൾ അത്ഭുതകരം, ചില എന്തെങ്കിലും വിസ്മയങ്ങൾ തോന്നുന്ന. ഇപ്പോൾ രാത്രിയിലെ പോസ്റ്റ് എന്നുള്ള കവിത ഇഷ്ടമുള്ള പലരും എനിക്കറിയാം. ഇറ്റ്സ് എ മിയർ അബ്സ്ട്രാക്ഷൻ, അതിലൊരു സിനിമയുടെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ അബ്സ്ട്രാക്ഷൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വീക്കറായ അബ്സ്ട്രാക്ഷൻ എക്കാലത്തുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് വിലയിരുത്താൻ പറ്റും. അതിൽ ഒരു ഘടകം ബാലനെഞ്ചുള്ള ഘടക സ്വാധീനമാണ്. ഭാഷയുടെ അടിയിൽ കിടക്കും. ഞാൻ ബാലേന്ദ്രനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ പണിക്കരൊക്കെ ചെയ്യുന്ന പോലത്തെ കൗണ്ടർ തിസിസുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അക്കാലത്ത്. അപ്പോൾ യാത്രിക എന്നുള്ള കവിതയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു വളരെ ഇൻവോൾവ് ആയിട്ട് പറയുന്ന, ഇമോഷണലി ഇൻവോൾവ് ആയ ഒരു നറേഷൻ്റെ നേരെ ജസ്റ്റ് അപ്പോസിറ്റ് ചെയ്ത് ഒട്ടും അതിനോട് ചേർന്ന് നിൽക്കാത്ത ഒരു മെറ്റാ നറേഷൻ കൊണ്ടുവരിക, പണിക്കരൊക്കെ ചെയ്യുന്ന പോലെ.
അങ്ങനത്തെ മെറ്റാ നറേഷനൊക്കെ ട്രൈ ചെയ്ത് ഇത് ന്യൂട്രലൈസ് ചെയ്യാൻ നോക്കാറുണ്ട് ഞാൻ അക്കാലത്ത്. എനിക്കറിയാം ബാലൻ്റെ സ്വാധീനമുള്ളത്. ബാലൻ്റെ മാത്രമല്ല, മോഡേണിസത്തിൽ ഒരു 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 നിലവിളിക്കുന്ന ഒരു സ്വത്വമുണ്ട്, അരാജകമായ ഒരു നിലവിളിക്കുന്ന ഒരു സ്വത്വമുണ്ട്. അതൊരു പക്ഷേ പ്രധാനമായിട്ടും ബാലൻ്റെ ക്രാഫ്റ്റിൻ്റെ സ്വാധീനം എനിക്കുണ്ട്, അയ്യപ്പൻ്റെ മനസ്സിൻ്റെ സ്വാധീനമുണ്ട്. അന്നത്തെ 70കളിലെ നക്സലൈറ്റുകളുടേതായ ഒരു ഒരു ആത്മബലിയുടേതായ ഒരു സ്വഭാവത്തോടുള്ള ഒരു റൊമാൻറ്റിക് ചായ്വുണ്ട്. എന്നാൽ മറ്റേതരം റൊമാൻറ്റിസത്തോട് എതിർപ്പുമുണ്ട്, ഒരുതരം സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു OND ടൈപ്പ് റൊമാൻറ്റിസോട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു മാനസിക ഘടന എന്നാണ് ആ കവിതകൾ ഉണ്ടാകുന്നത്. അപ്പോൾ മറിച്ച് എൻ്റെ ഒരു താളത്തിനൊക്കെ ഒരു പക്ഷേ ബാലൻ ചടുലമായ റിതംസ് ഉപയോഗിക്കുന്ന ആളല്ല, കുറച്ച് ക്ലാസിക്കൽ വൃത്തഘടന. അതിലെനിക്ക് കൂടുതൽ താല്പര്യം കടമ്മനിട്ടയോടായിരുന്നു. ഞാൻ കടമ്മനിട്ടയുടെ കവിത കേട്ട് വളർന്ന ഒരാളാണ്. ഒരു പക്ഷേ ഞാൻ സച്ചിദാനന്ദനെയോ കെ ശങ്കരപ്പിള്ളയോ ആറ്റൂർ വർമ്മയോ പ്രധാനപ്പെട്ട അത്തരം മോഡേണിസ്റ്റുകളെക്കാൾ കൂടുതൽ അക്കാലത്ത് വായിച്ചിട്ടുള്ളത്, ഈവൻ പണിക്കരെക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട് വായിച്ചിട്ടുള്ള കടമ്മനിട്ടയാണ്, ചൊല്ലിയാണെന്നുണ്ടെങ്കിൽ. ആ കടമ്മനിട്ടയുടെ സ്വാധീനമുണ്ട്. ഒരിക്കൽ സച്ചിദാനന്ദൻ അതിനെക്കുറിച്ച് വിമർശിച്ച് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ആര്യാർത്ഥത്തിൽ ലക്ഷ്യം എന്നുള്ള കവിതയിൽ കടമ്മനിട്ടയുടെ സ്വാധീനം ഉണ്ടെന്ന് എഴുതി എനിക്കത് ഇഷ്ടപ്പെടാതിരിക്കുന്നു. അല്ലെ പറയാം, അങ്ങനെ ഫോമിൽ, താളത്തിലും ഫോമിലും പദഘടനയിലും കടമ്മനിട്ടയുടെ സ്വാധീനം, ആറ്റിറ്റ്യൂഡിലും ഒരു ബാലേന്ദ്രൻ സ്വാധീനം, ഇതൊക്കെ അന്നുണ്ട്. എന്നാൽ പണിക്കരുടേതായ പണിക്കലിലൊരു പോസ്റ്റ് മോഡേണിസ്റ്റ് ഉണ്ട്. വാസ്തവത്തിൽ പണിക്കലിലൊരു പോസ്റ്റ് മോഡേണിസ്റ്റിൻ്റെ ഒരു ചെറിയ തുള്ളി നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ അവതാരിയിൽ പറഞ്ഞ സംഗതികളെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അക്കാലത്ത് എന്നെപ്പോലെ തന്നെ യുവാവായ ഒരാൾ എഴുതിയിട്ടുള്ള ഒരു അവതാരി കേട്ട് കൂട്ടിയാണ്. അല്ല, ആധുനികതയുടെ ഒരു സായാഹ്ന കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അതിനെ ഇപ്പോൾ വായിക്കുന്നത്. അതിൻ്റെ ആ തിരയൊടുങ്ങലിൻ്റെ എല്ലാ സാക്ഷ്യങ്ങളോടെയും അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് ഒരു പിൽക്കാല വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് സമീപിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആദ്യകാലത്തുണ്ടായ ഈ സ്വാധീനങ്ങളെക്കുറിച്ചൊക്കെ അൻവർക്ക് പറഞ്ഞല്ലോ. പിന്നീട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞ് മുന്നോട്ടുള്ളൊരു യാത്രയാണ് കുറച്ചുകൂടെ പാടുള്ളത് ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം. അയാളുടെ ഭാഷയില്, ഭാവുകത്വത്തില് ആവർത്തനം വരാൻ പാടില്ല, അതേസമയം പുതുമ വേണം, എന്നാൽ അയാളുടെ സ്വത്വം നിലനിർത്തണം. അപ്പോൾ ഈ പറഞ്ഞ ഫോർമാറ്റീവ് സ്റ്റേജിലുള്ള കവിതകളിൽ നിന്ന് പിന്നീട് മുന്നോട്ടുള്ള ഒരു പോക്ക് എങ്ങനെയായിരുന്നു? ഇപ്പം ഭാഷയിൽ നടത്തിയിട്ടുള്ള ഒരു അഴിച്ചു പണിയുണ്ട് തീർച്ചയായിട്ടും. ഈ പറഞ്ഞ സ്വാധീനങ്ങളൊക്കെ തന്നെ അഴിച്ചഴിച്ച് സ്വന്തമായിട്ടുള്ള ഒരു കാവ്യ ഭാഷയിലേക്ക്, പദച്ചേർപ്പുകളിലേക്ക്, വാക്യഘടനകളിലേക്ക്, പ്രമേയങ്ങളിലേക്കൊക്കെ പിൽക്കാല സമാഹാരങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു അഴിച്ചെടുക്കലിൻ്റെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഈ പിന്നെ അതിൽ സംസാരിച്ചു തുടങ്ങിയെടുത്തുനിന്ന് തുടങ്ങാം. അതായത് മോഡേണിസത്തിൻ്റെ ഒരു ഹൈ ടൈം കഴിഞ്ഞിട്ടുള്ള തിരയടങ്ങലിൻ്റെ ഒരു സ്മാരകം പോലെ ഈ പുസ്തകത്തെ അപ്പം പുതുതലമുറ എങ്ങനെ വേണം വായിക്കാൻ. ഇപ്പോൾ വായിക്കുന്നത് ഞാൻ ആളല്ല, പക്ഷെ ആ പുസ്തകത്തിൽ 2 കവിതകൾ ആ തിരയടങ്ങലിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ല, ആ പുതിയ ലോകത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ 2 കവിതകൾ അതിനുണ്ടെന്നാണ് എനിക്ക് ഇപ്പോഴത്തെ കാര്യം. എനിക്കത് വേറെ ആളുടെ പുസ്തകം പോലെയാണ് ഞാൻ പറഞ്ഞത് സംസാരിക്കുന്നത് കേട്ടോ. അത് ഞാനൊന്നും ഇല്ല ഇപ്പം അതിൻ്റെ അടുത്ത്. ഏകാന്തയുടെ 50 വർഷങ്ങളും മുസ്തഫയും ഒരു പരിധിവരെ ആര്യാവർത്തത്തിൽ രക്ഷണം. ആ 3 കവിതകൾ ഉള്ളത് കൊണ്ട് ആ പുസ്തകം ഈ അങ്ങനത്തെ സ്മാരകം മാത്രം അല്ലാതെ നിലനിൽക്കുന്നു എനിക്ക്. അതിന് വേറൊരു കാലത്തിൻ്റെ തുടക്കം എൻ്റെ അകത്തുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഏകാന്തയുടെ 50 വർഷങ്ങളിൽ പറഞ്ഞ മെറ്റാ നറേഷൻ, സ്വാഭാവികമായിട്ടൊരു മെറ്റാ നറേഷൻ ഉണ്ട്. മെറ്റാ നറേഷൻ പ്രധാനമായിട്ടൊരു ആധുനികതയെക്കാളും ഉത്തരാധുനികതയുടെ ലക്ഷണം മെറ്റാ നറേഷൻ സൂചിപ്പിക്കുന്നത്. മെറ്റാ നറേഷൻ മനസ്സിലാവുമല്ലോ. പിന്നെ കുറച്ചുകൂടെ മോഡേണിസ്റ്റ് പോലുള്ള കവിതയാണ് ആര്യാർത്ഥത്തിൻ്റെ രക്ഷൻ. പക്ഷെ എന്നാലും അതിനും ഒരു മോഡേണിസ്റ്റുകളിലുള്ള ഒരു ഒരു വ്യക്തിബോധ സ്വത്വം ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ലോ ആണ് എൻ്റെ. അതെ അതെ അതെ, ഈ പ്രബോധനാത്മകത ഇല്ല. ആ നിലയ്ക്ക് അത് മോഡേണിസത്തിൽ മാറാനുള്ള ഇതൊന്നും നമ്മളെ കോൺഷ്യസ് ആയിട്ടൊന്നും ചെയ്തോന്നുമല്ല. ഇപ്പൊ എനിക്ക് വേറെ ആളുടെ ബുക്ക് പോലെ വിലയിരുത്തും. മുസ്തഫ തീർച്ചയായിട്ടും പ്ലേഫുള്ളി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഫോമിൻ്റെ അകത്ത് നടത്തിയിട്ടുള്ള വലിയ മനോഹരമായിട്ടുള്ളൊരു ഗെയിമാണ് അത്. അന്നത്തെ മോഡേണിസ്റ്റുകൾക്കൊന്നും ആ കവിത ഇഷ്ടമല്ല. അതെ, ആറ്റൂരി വർമ്മയ്ക്ക് ഇഷ്ടമല്ല, കെ സി നാരായണന് ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. നരേന്ദ്രപ്രസാദിന് അയ്യൂബ് പണിക്കർ സാർ മാത്രമേ കവിത കൊള്ളാന്ന് പറഞ്ഞിട്ടുള്ളൂ.
ഇഷ്ടമില്ലാതെയാണ് ആറ്റൂര് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതുമൊഴി വഴികളിൽ. അല്ല, മുസ്തഫ പുതുവഴികളില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഏകാന്തയുടെ 50 വർഷങ്ങളും പിന്നെ ആര്യാവർത്ത ലക്ഷണമാണ്. അതെ അതെ. അല്ല, ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ അവരോ വ്യക്തിപരമായ ഇഷ്ടങ്ങളല്ല, ഇത് മോഡേണിസ്റ്റ് അപ്രോച്ചിന് തൊടാൻ പറ്റാത്ത ടൈപ്പ് ഒരു ഫോം എൻ്റെ തന്നെ. അന്ന് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടതിൽ തന്നെ ആ കവിത ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്ത ആൾ രാമനാണ്. രാമൻ എപ്പോഴും മോഡേണിസത്തിൻ്റെ ടേസ്റ്റുകളിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഭയങ്കര ഇപ്പോഴത്തെക്കാൾ സ്വതന്ത്രനായ ഒരു യുവ രാമനുണ്ട്, ആ പ്ലേഫുൾ ആയിട്ടുള്ള. അതുകൊണ്ട് അവരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ച ആളുകളൊക്കെ. പിന്നെ അനിതയും വളരെ ഫ്രീ ആയിട്ടുള്ള ആളാണ്. ഞാൻ പറയാൻ വെച്ചാൽ അപ്പോൾ അങ്ങനെ ആ പുസ്തകം അങ്ങനെ സ്മാരകം മാത്രമായിട്ടല്ല ഞാൻ വായിക്കുന്നത്, വേറെ ചില പുതിയ കാര്യങ്ങളുടെ തുടക്കമായിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഈ ആദ്യകാലത്ത് എഴുത്തുകളെല്ലാം ഏതാണ്ട് അടങ്ങി. ഈ നമ്മൾ തിരയടങ്ങിയത് മോഡേണിസത്തിനല്ല, എൻ്റെ തന്നെ ഉള്ളിൽ ഒരു കൗമാര മോഡേണിസ്റ്റ് കവിയുടെ തിര അടങ്ങിയിരുന്ന കാലത്ത്. അതിനൊരു കാരണം ഞങ്ങളുടെ കൂട്ടായ്മകൾ. ഞങ്ങൾ അന്ന് ആധുനികതയ്ക്ക് ശേഷം വന്ന കവികളുടെ ചെറിയ കൂട്ടായ്മയൊക്കെ ഉണ്ടായി വന്നൊരു കാലമുണ്ട്. അത് ഞങ്ങൾ പല ഇൻ്റർവ്യൂകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ റിപ്പീറ്റ് ചെയ്യുന്നൊന്നുമില്ല. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഒത്തുകൂടുന്നൊരുക്കുണ്ട്. പി രാമേന്ദ്രനും ടി പി രാജീവനും ഒക്കെ ഉൾപ്പെടെ മോഡേണിസത്തിൻ്റെ അവസാന കാലത്ത് വരുന്നവരെന്ന് പറയാവുന്ന VM ഗിരിജി, രാജീവനൊക്കെ ഉൾപ്പെടെയുള്ള കവികൾ മുതൽ രാമൻ വരെയൊക്കെയുള്ള ഒരു 8-10 വയസ്സിൻ്റെ വ്യത്യാസത്തിലുള്ള കവികളുടെ ഒരു ഗ്യാതറിങ്. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രിഷ്യേറ്റ് ചെയ്യുന്നവരോ ക്ലിക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിയാക്കുന്നവരൊക്കെ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ട് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, പരസ്പരം ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ഒരു സംഘമായിരുന്നു. കണ്ണി തീവാർന്ന വിധത്തിൽ വിമർശനങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു ഒന്നിച്ചിരുന്നിട്ട്. അപ്പോൾ ആ വിമർശനങ്ങൾ പലരെയും എഴുത്തിന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ജോസഫിനെയൊക്കെ ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ജോസഫിൻ്റെ എഴുത്തിന് അത്രത്തോളം അംഗീകാരം ചില ജോസഫിൻ്റെ കവിത കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മനുഷ്യരുണ്ടെന്ന് അവന് തോന്നാൻ തുടങ്ങിയൊരു കാലമാണ്. നേരെ തിരിച്ചു കൊണ്ടായ ഒരാളാണ് ഞാൻ. എൻ്റെ കവിതകളൊക്കെ തന്നെ പല കവിതകൾ എൻ്റെ ഉള്ളിൽ റദ്ദാക്കപ്പെട്ടത് ഈ ഡിസ്കഷൻ്റെ തുടർച്ചയായിട്ട്. അതിന് ഇപ്പോൾ ഒരുപക്ഷെ അതിന് നേരത്തെ വേറെ രീതിയിൽ പറഞ്ഞ അതിൻ്റെ മോഡേണിസ്റ്റ് പരിമിതികളോ അല്ലെങ്കിൽ ഞാൻ തന്നെ വിശ്വസിക്കുന്ന അബ്സ്ട്രാക്ഷൻ്റെ പരിമിതികളോ ഒക്കെ ബോധ്യപ്പെട്ടൊരു കാലം കൂടാണ്. ഞാൻ പഠിച്ച പള്ളിക്കൂടത്തിൻ്റെ ചില പരിമിതികൾ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ എഴുത്ത് ഏതാണ്ട് നിന്നു. 92 മഴക്കാലം എന്നുള്ള കവിത ഞാൻ എഴുതുന്നത് പഠിക്കുമ്പോൾ. രാത്രിക എന്നുള്ള കവിതയൊക്കെ എഴുതുന്നത്. അത് കഴിഞ്ഞ് ഏതാണ്ട് 93 പകുതിയോടുകൂടി പിന്നെ ഞാൻ കവിത എഴുതാറുണ്ടായി. പിന്നെ 99 ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് 1-2 കവിത ഞാൻ എഴുതിയിട്ടുള്ളൂ. ഒന്ന് ഏകാന്തയുടെ 50 വർഷങ്ങളാണ്, ഒന്ന് ആര്യാവർത്തത്തിൽ രക്ഷയാണ്. ആ 2 കവിതയും വാസ്തവത്തിൽ ഞാൻ സ്വയം റിവൈസ് ചെയ്യുന്നൊരു കാലഘട്ടമായിട്ടാണ്. എൻ്റെ അതുവരെയുള്ള പുസ്തകമല്ല എൻ്റെ മാനദണ്ഡം. ഞാൻ തന്നെ എഴുതി വന്നതും ആലോചിച്ച് വന്നതുമായിട്ടുള്ള എൻ്റെ ഒരു സബ്ജക്റ്റീവ് ഒരു പൊയറ്റിക്സ് ഉണ്ട്. ആ പൊയറ്റിക്സിൻ്റെ വിച്ഛേദം 2 പുസ്തകങ്ങൾക്കായിട്ട്, അങ്ങനെ പുസ്തകങ്ങളിലല്ല അത് വേർതിരിയപ്പെടും. ആ പുസ്തകത്തിൽ എൻ്റെ കിടപ്പ്, എൻ്റെ പുതിയൊരു തുടക്കം കിടപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അങ്ങനെ 1-2 കവിത എഴുതിയെങ്കിൽ പോലും എനിക്ക് അത് മാത്രമല്ല, അതും ഭയങ്കര വേറെ രീതി എക്സ്പെരിമെൻ്റിലായിരുന്നു. ഒന്നും ലോങ് നരേഷൻ, അന്ന് ഉത്തരാധുനികത എന്നൊന്നും ഉള്ള വാക്ക് വ്യാപകമായിട്ടില്ല. ഈ ഉത്തരാധുനികതയുടെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഇപ്പം എന്ന് പറയുന്ന പോലെ ഫെമിനൈൻ, ദളിത്, സബാൾട്ടൺ ഐഡൻറ്റിറ്റികളുടേതായ ചെറിയ നരേറ്റീവുകളൊന്നും അത്ര തെളിഞ്ഞിട്ടില്ല. ആ കാലത്ത് ഇത്രയും നീണ്ട ഒരു ഇന്ത്യൻ സാഹചര്യത്തെ സിംബലൈസ് ചെയ്യുന്ന ഒരു കവിത എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നെ ഞാൻ ഡൽഹിയിലൊക്കെ, പക്ഷെ എൻ്റെ ജീവിതത്തിലൊരു പാൻ ഇന്ത്യൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായി വരാൻ തുടങ്ങി. ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത് മറ്റ് ഇന്ത്യൻ ഭാഷകൾ വായിക്കാൻ തുടങ്ങി. ഞാൻ പ്രത്യേകിച്ചും സാഹിത്യ അക്കാദമിയുടെ ലൈബ്രറിയിൽ ആയിരുന്നു എനിക്ക് തൊഴിലൊക്കെ തീരെ ഇല്ലായിരുന്നു അക്കാലം. അപ്പോൾ എനിക്ക് ഒരാശ്വാസകരമായ സ്ഥലം, പ്രത്യേകിച്ച് സമ്മറിന് AC ഉള്ള ലൈബ്രറിയിൽ കയറിയിരുന്ന ഉച്ചവരെ അവിടെ ഇരിക്കുക. ഉച്ചയ്ക്ക് 2 റൊട്ടി കഴിച്ചാൽ വീണ്ടും അവിടെ കയറിയിരിക്കും. ഡൽഹി സാഹിത്യ അക്കാദമിയുടെ ലൈബ്രറിയിൽ. അപ്പോൾ ആ ലൈബ്രറിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ സന്താൾ പർഗാന എന്നും ബംഗാളി എന്നും നമ്മുടെ ബ്രജ ഭാഷകൾ, പിന്നെ മറ്റ് ഹിന്ദുസ്ഥാനി ഭാഷകളും ഡക്കാൻ പല ഭാഷകളിലെ ലിറ്റററി ഹിസ്റ്ററി, മിത്തോളജി, പൊയറ്റിക്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ ഇത്രയുള്ള ലൈബ്രറി വേറെ ഇല്ല. ഇൻ്റർനെറ്റ് ഇല്ലാത്ത കാലമാണെന്ന് ആലോചിക്കും. അപ്പോൾ അത്തരം വായന എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാലമാണ്. അങ്ങനെ ഈ ഹിന്ദിയൊക്കെ വാസ്തവത്തിൽ പഠിക്കേണ്ട ഭാഷയാണെന്നും ഹിന്ദി ഒരു ഭാഷയല്ലെന്നും
ഇന്ത്യയിലെ ഏറ്റവും ആർട്ടിക്കുലേറ്റിംഗ് ആയ കാവ്യഭാഷകളിലൊന്ന് വിവിധ ഹിന്ദുസ്ഥാനികളാണെന്നൊക്കെ ഉള്ള ബോധ്യം വരുന്നതാണ് കാലമാണ് ഈ 97-98 ഞാൻ ഡൽഹിയിൽ താമസിക്കുന്ന കാലം. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഞാൻ കൂടുതലും എൻ്റെ വായനയിലേക്കും പ്രത്യേകിച്ചും പുതിയ കവിതകൾ ഇംഗ്ലീഷിലും ഹിന്ദി വായിക്കാനൊക്കെ ശ്രമിച്ചിരുന്ന അക്കാലത്ത് ഞാൻ ഹിന്ദി പഠിക്കാൻ പോലും ശ്രമിച്ചിരുന്നു, നടന്നില്ല. പിന്നെ അപ്പോഴത്തേക്ക് എനിക്ക് ജോലി കിട്ടി കേരളത്തിൽ വരേണ്ടി വന്നു. അങ്ങനെ ഒരു എഴുത്തിനേക്കാൾ കൂടുതൽ ഈ പുനരാലോചനയുടെ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ പുസ്തകമാണ് രണ്ടാമത്തെ പുസ്തകം. അതിൽ വാസ്തവത്തിൽ ഞാൻ ആലോചിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ പുസ്തകത്തിൻ്റെ മാറ്റർ ഫൈനലൈന് ശേഷം എൻ്റെ അടുത്തുള്ള സുഹൃത്തുക്കൾ കുറച്ചുകൂടെ ആ പുസ്തകം കുറച്ചുകൂടെ സ്ട്രോങ് ആവണം, കുറച്ചുകൂടെ കവിതകൾ അതിൽ വരേണ്ടതല്ലേ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും വർഷമായില്ലേ, ഞാൻ അന്ന് വളരെ കുറച്ച് എഴുതുന്നുള്ളൂ. ഒരു കവിത, 1.5 കവിത, 2 കവിത ഒരു വർഷം എഴുതും. പിന്നെ ആ ട്രാൻസിഷൻ ഇനി ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വീണ്ടും എഴുതും. ഈ പുസ്തകമായിട്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ ഞാൻ കൂടുതൽ എഴുതിയേക്കുന്നു എനിക്ക് എൻ്റെ തോന്നലും. അങ്ങനെ ഷെയറിങ്ങും ഒക്കെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുണ്ടായ സമയത്താണ് ഞാൻ രണ്ടാമത്തെ പുസ്തകം 10 കൊല്ലത്തിന് ശേഷം ഇറക്കുന്നത്. അതിലും കുറച്ച് നല്ല കവിതയൊക്കെ ഉണ്ടാവും എന്നുള്ളത്, അല്ലാതെ ഒരു പുസ്തകം എന്നുള്ള എനിക്ക് എൻ്റെ തലയിൽ ഉണ്ടായിരുന്ന തീ മുഴുവൻ അതിൽ വന്നിട്ടില്ല. ഞാൻ ഏതാണ്ട് 97 എൻ്റെ വിശദമായൊരു ഇന്ത്യൻ വായനയെന്നും ഇംഗ്ലീഷിൽ വിശദമായി ഇന്ത്യക്ക് പുറത്തുള്ള കവിതകൾ വായിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഔട്ട്പുട്ട് അതിൻ്റെ അതില്ല വാസ്തവത്തിൽ. പക്ഷെ എങ്കിൽ പോലും ഭാഷയിലും സമീപനത്തിലൊക്കെ എന്ന വ്യത്യാസം വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതൊക്കെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒരു റിസൾട്ട് വന്നിട്ടുള്ളതാണ്. അത് വരുന്ന അടുത്ത പുസ്തകമാണ്. ഞാൻ നിന്റെ ഉത്തരം കവർ ചെയ്തോ ചോദിച്ചു? ഒരു പരിധി വരെ അതിൽ വിട്ടുപോയിട്ടുണ്ടെ പറയാം. ഞാൻ അതിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. അത് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള തന്നെയാണ്. സാധാരണ ഒരു ഞൊടിയിൽ ഒക്കെ കവിത എഴുതുന്ന കവികളാണ് അധികവും. ഒരു പ്രചോദനത്തിൻ്റെ ഒരു തിരത്തള്ളലിൽ ആ നിമിഷം എഴുതി പൂർത്തിയാക്കുന്ന കവികളുണ്ട്. പിന്നെ വളരെ ആലോചിച്ച് ഉറപ്പിച്ച് പേനയുന്തുന്ന കവികളുണ്ട്. പക്ഷെ അൻവർക്കയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വിചിത്രം എന്ന് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഒരു കവിതയുടെ ടൈം ലൈൻ ചിലപ്പോൾ 10 വർഷമൊക്കെ ആയിരിക്കും, ചിലപ്പോൾ 1 വർഷമായിരിക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പം ബീരാംഗതമാല എന്ന കവിതയൊക്കെ അവസാനത്തെ ഈ പുതിയ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വർഷങ്ങൾ കൊണ്ട് എഴുതി പൂർത്തിയാക്കിയ ഒരു കവിതയാണ്. സാധാരണ കവികളിൽ കാണാത്തൊരു പ്രോസസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഒരു കവിത കൺസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും വർഷങ്ങൾ ആ കവിത ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത് എങ്ങനെയാണ്, പിന്നെ അത് പൂർത്തിയായി എന്ന് തോന്നുന്ന ഒരു ഘട്ടം എത്തുന്നത് എപ്പോഴാണ്? ഈ രചനയുടെ ഒരു പ്രോസസ്സിനെ കുറിച്ചൊന്ന് പറയൂ. ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ അകത്ത് ഉണ്ട്, അതായത് എൻ്റെ തലയുടെ ഒരു വലിയൊരു പങ്ക് കവിതയിൽ തന്നെയായി എപ്പോഴും. ഞാൻ ഒരു എല്ലാ ദിവസവും നമ്മളെന്ന് പറഞ്ഞ വ്യക്തിത്വം പ്രവർത്തിക്കുന്ന ഒരു മോഡാണത്. ഒരു സോഫ്റ്റ്വെയർ പോലെ അതിൻ്റെ മോൾഡ് അതാണ്. അതിൻ്റെ കുറച്ച് ഭാഗം വേറെ കാര്യങ്ങൾക്ക് പോകും. ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു വശത്ത് ഇത് കിടക്കും, ഇത് പോവില്ല. അപ്പോൾ ഇത് പക്ഷേ വേറെ ആൾക്ക് കാണുന്നതൊക്കെ മനസ്സിലാവണമെന്നില്ല. എനിക്കറിയാം പല കവികൾക്കും അങ്ങനെ ആയിരിക്കും, എനിക്കറിയാം. എൻ്റെ അനുഭവം ഇതാണ്. ഇത് പലർക്കും തോന്നുന്നു നമ്മൾ കവിത എന്നൊരു കാര്യം നടക്കുകയാണല്ലോ എന്ന് തോന്നുന്നു. എനിക്ക് KC പണ്ട് എപ്പോഴും ചോദിക്കുമായിരുന്നു. KCക്ക് എൻ്റെ കവിത വലിയ ഇഷ്ടമാണ്. KC നേരെയാണല്ലേ, ഞാനും ഭാഷാഭൂഷണിൽ ഭേദപ്പെട്ട കവിതയൊക്കെ അയച്ച് സന്തോഷമായിട്ട് വിളിക്കും എന്നെ. അപ്പോൾ എന്താണ് കുറച്ചുകൂടി എഴുതാത്തതൊക്കെ ചോദിക്കും. അപ്പം KCയുടെ കാര്യം ഞാൻ ഉഴപ്പാണ്, കള്ളു കുടിച്ച് നടക്കുകയാണ്, അല്ലെങ്കിൽ പിന്നെ വേറെ സിനിമക്കാരോടെ നടക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ്. കാര്യം എനിക്ക് ഈ സമാന്തര സിനിമയുടെ കൂടെ നടക്കുന്ന ഒരു വലിയ ശീലം ഉണ്ടായിരുന്നു. മാസങ്ങളോളം ഞാൻ സിനിമയെന്ന് പറഞ്ഞ് നടക്കുന്ന കാലങ്ങളുണ്ടായിരുന്നു. വാസ്തവത്തിൽ അപ്പോഴല്ലേ എൻ്റെ പകുതി ഇതുണ്ടേ, ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ വീരാംഗതമാല വെച്ച് ഞാൻ പറയാം. ഇത് വീരാംഗതമാല ഞാൻ എഴുതി തുടങ്ങുന്നത് തളിരെന്ന് പറഞ്ഞ മാസികയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കവിത എഴുതാനായിട്ട് അതിൻ്റെ എഡിറ്റർക്കാരെ നിർബന്ധിക്കുന്ന ഒരു കാലമുണ്ട്. ഞാൻ മാത്രമല്ല, പല ആളുകളും കുട്ടിയെ കൊണ്ട് കവിത എഴുതുന്നത് അങ്ങനെയാണ്. റൂബിൻ്റെ ക്രൂസാണ് വേണ്ടി. റൂബിൻ നല്ല ഓർഗനൈസറാണ്. റൂബിന് നിർബന്ധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാനും അങ്ങനെയാണെന്ന് കവിത എഴുതിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഏതൊരു വാർഷിക പിന്നെ എന്തായാലും അതിന് കൊടുക്കണമെന്ന് വേണ്ടി ഞാൻ ആലോചിച്ച് വന്നപ്പോഴത്തേക്കാണ് ഈ വട്ടം ഉണ്ടല്ലോ, വട്ടം, കാലത്തിൻ്റെ വട്ടമുണ്ട്, കുട്ടികൾ ഈ പിന്നെ ടയർ ഉരുട്ടിക്കൊണ്ടുപോകുന്ന ടയറിൻ്റെ വട്ടമുണ്ട്, സൂര്യൻ്റെ വട്ടമുണ്ട്. അങ്ങനെ മൊത്തം വട്ടം ഒരു മോട്ടീവ് ആക്കിക്കൊണ്ടുള്ള ഒരു കുട്ടിയുടെ ഒരു ലൈഫ്, ഒരു നോട്ടിയായ ഒരു നാട്ടിൻപുറത്തെ ഒരു കുട്ടിയുടെ ഒരു ലൈഫ്, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മ ആ ടൈപ്പ് അങ്ങനെ കൺസെപ്റ്റ് തുടങ്ങിയതാണ് ആ കവിത. പക്ഷെ ഞാനിത്
എഴുതി 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 വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കഥ പറച്ച് കവിതയെ കൂടെ കഥ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇതിനൊരു കുട്ടിത്വമൊക്കെ കൊണ്ട് പോയിട്ട് ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമായിട്ട് മാറാൻ തുടങ്ങി. ഈ ഇങ്ങനത്തെ കുട്ടി മിസ്സിങ് കാര്യം എൻ്റെ മുസ്തഫ എന്ന് പറഞ്ഞ കവിതയ്ക്കകത്തൊക്കെയാണ് മിസ് ചെയ്യുന്നൊരു കുട്ടി എന്ന് പറയുന്നത്. ഈ ഈ ഈ വാവട്ടം എന്ന് പറയുന്ന സാധനത്തിന് ഇയാൾ തിരിച്ചു വരുന്നില്ല, ഇയാൾ എങ്ങോട്ട് പോണ. അപ്പോൾ എനിക്കിത് ഈ വട്ടത്തിൽ പിടിപ്പിക്കണം, എനിക്ക് തിരിച്ച് കൊണ്ടുവരണം ഇയാൾ. അങ്ങനെ ഞാനിത് നീട്ടി നീട്ടി എഴുതാൻ തുടങ്ങി തിരിച്ച് പിടിക്കാൻ വേണ്ടി. ഇയാൾ വേറെ എവിടെയൊക്കെ പോയതും അത് ഞാൻ പറയുന്നില്ല. എന്നിട്ട് ഇപ്പോൾ ഉള്ളതിൻ്റെ 3 ഇരട്ടി 4 ഇരട്ടി ഞാൻ എഴുതിയിട്ടുണ്ടാക്കാമായിരുന്നു. രണ്ടാം ഖണ്ഡം 3-ാം ഖണ്ഡം 4-ാം ഖണ്ഡം ഒക്കെ ഉണ്ടായിരുന്നത് 2-3 വൃത്തങ്ങളിലായിട്ട്. ആദ്യത്തെ റിജിഡായ മീറ്ററിലാണ് എഴുതുന്നത്. അങ്ങനെ ഒരു ദിവസം ഇത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ബോറാന്ന് തോന്നി. രണ്ടാമത്തെ 3-ാമത്തെ ഭാഗം അത് ഞാൻ കീറിക്കളഞ്ഞു. ഞാൻ മറന്നു. സാധാരണ ഒന്നും കീറിക്കളയില്ല. അന്ന് ഈ പേപ്പർ എഴുതുന്ന കാലമാണ്. ഞാനത് കളഞ്ഞു, ഉപേക്ഷിച്ചിട്ട് മനസ്സിൽ നിന്ന് തന്നെ ഉപേക്ഷിച്ചു വാസ്തവത്തിൽ. എന്നാലും ചില വരിയൊക്കെ എവിടെ കിടപ്പുണ്ട്. അങ്ങനെ എന്നിട്ട് ഞാൻ വിചാരിച്ചത് എന്നെങ്കിലും ഈ കവിതയുടെ ഒരു കൺക്ലൂഷൻ എൻ്റെ അടുത്തുണ്ട്, ഈ വട്ടം പൂർത്തിയാവും, അവിടെ കിടക്കട്ടെ എന്ന്. സ്ഥിരമായിട്ട് തലയിലിട്ടിരുന്നു. ഈ കടലാസ് ഞാൻ എൻ്റെ ബാഗിൽ കൊണ്ടു നടന്നിരുന്നു. ആ ഡ്രാഫ്റ്റ് ഇപ്പോഴും എൻ്റെ കാണണം. അതിൽ ഒരുപാട് വെട്ടും തിരുത്തും ആരോടുമുള്ള ഒരു കടലാസ് ഉണ്ട്, മടക്കി 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 ഈ വക്കൊക്കെ ഒടിഞ്ഞൊരു കടലാസ്. അതിൻ്റെ അങ്ങനെ ഒരു 2 കൊല്ലം മുമ്പ് 2-2.5 കൊല്ലം മുമ്പ് ഒരു ദിവസം എനിക്ക് ഒരു തവണ ഈ കടലാസ് മിസ് ചെയ്തു. തിരുവനന്തപുരത്ത് വെച്ചിട്ട് മിസ് ചെയ്തിട്ട് ഒരാളെനിക്കെടുത്ത് അനിതയെ മറ്റുമാണ് എനിക്ക് പോസ്റ്റ് ചെയ്ത് തരിക ചെയ്തത്. പിന്നെ സ്പീഡ് പോസ്റ്റ്, നിൻ്റെ കവിത ഡ്രാഫ്റ്റ് ഇവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ ഞാൻ 2 കൊല്ലം മുമ്പ് 2 കൊല്ലത്തിൽ കൂടുതലായി മുമ്പ് എൻ്റെ ഈ കമ്പ്യൂട്ടർ ഈ മൊബൈലിൽ എടുത്ത് തുടങ്ങിയ ശേഷം മൊബൈലിൽ എനിക്കൊരു പാഡുണ്ട്, അതിലാണ് ഇപ്പൊക്കെ എഴുതുന്നത്. അതിലേക്ക് ഞാനത് പകർത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നോട്ട്സ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. എൻ്റെ പല ആവശ്യങ്ങൾക്ക് ട്രാൻസ്ലേഷൻസ്, എൻ്റെ പേഴ്സണൽ നോട്ടുകൾ, കവിതയുടെ നോട്ടുകൾ എല്ലാം ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ ഒരു ദിവസം ചെക്ക് ചെയ്തപ്പോഴത്തേക്കുമാണ് എനിക്ക് ഇതിൽ രണ്ടാം ഖണ്ഡം എന്ന് വെച്ചാൽ ആ മീറ്റർ മാറുന്നൊരു ഭാഗമുണ്ട്, താളം മാറുന്നൊരു ഭാഗമുണ്ട്. മറ്റേ ബോംബെയിൽ വെച്ച് കണ്ടെന്നും ഗൾഫിൽ വെച്ച് കണ്ടെന്നും അങ്ങനെ ഒരു വളരെ ക്രിസ്പായിട്ടുള്ള ഒരു കൺക്ലൂഡിങ് സ്വഭാവമുള്ള ഒരു 4 വരി വന്ന്. അപ്പം ഞാൻ അതിൽ കയറി പിടിച്ചു. അതായത് നമ്മുടെ തലച്ചോറിൽ നമ്മുടെ അബോധത്തിൽ, നമ്മുടെ സബ് കോൺഷ്യസിൽ ഇത് ഈ വർഷങ്ങളിൽ ഉടനീളം കിടപ്പുണ്ടാവും. നമ്മൾ കോൺഷ്യസ്ലി അറിയണമെന്നില്ല. ആ പ്രോസസ്സിൻ്റെ പിന്നെ നമ്മുടെ ജീവിതത്തിലെ മറ്റനുഭവങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ജീവിതത്തിൽ ഒരുപാട് ബേസിക്കായ വ്യത്യാസം വന്നിട്ടുള്ളത് മുസ്ലിം അപരവൽക്കരണം പോലത്തൊരു വിഷയമാണ്. അത് ആ കവിതയ്ക്കകത്ത് അല്ലെങ്കിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വഴി തുറന്നു. മുസ്ലിം അപരമാണ് ഈ ചെക്കൻ്റെ മുസ്ലിം അപരമാണ് എനിക്ക് പുറപ്പെട്ടു പോയിരിക്കുന്നത്. ആ അപരത്തെ എവിടെ അത് അന്വേഷിക്കേണ്ടെന്ന് എനിക്ക് തെളിയുകയാണ്. അങ്ങനെ വാസ്തവത്തിൽ ഈ കവിതയുടെ മാത്രമല്ല ഏതൊരു വർക്ക് ഓഫ് ആർട്ടിൻ്റെ അകത്തും അത് എഴുതപ്പെടുന്ന കാലത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ചില ഒരുപാട് വഴികൾ കാണും. നിങ്ങൾ ആ ഒരു വഴിയിൽ ചെന്ന് പെടും. അതുവരെ നിങ്ങളുടെ തലയിൽ നിങ്ങളുടെ ആ ജോണറിലുള്ള പ്രത്യേകിച്ച് കവിത പോലത്തെ മൈക്രോ മീഡിയ ഒക്കെ ആകുമ്പം അതവിടെ കിടക്കണം. അത് കിടന്നാൽ കിടക്കാത്തവർക്ക് ഇത് പറ്റില്ല. അപ്പോൾ വാസ്തവത്തിൽ ഈ കേസ് കാരണം പറഞ്ഞ് നേരെ തിരിച്ചാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ 90കളുടെ ആ തലമുറയിൽ ഉണ്ടായിരുന്ന കൂടിച്ചേരലുകളെ കുറിച്ചൊക്കെ അൻവർക്ക് നേരത്തെ പരാമർശിക്കുകയുണ്ടായി. എന്നാൽ ഈ 90കളുടെ ഈ ഒരു മുന്നോട്ട് വെച്ചൊരു ഭാവുകത്വം പൊതുവെ എനിക്ക് തോന്നുന്നു ഒരു ചുരുക്കെഴുത്തിൻ്റെതായിരുന്നു, അല്ലെങ്കിൽ കവിതയെ കൂടുതൽ സൂക്ഷ്മമായി സമീപിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ആ തലമുറയുടെ ഒരു പൊതുഭാവുകത്വമായിട്ട് അടയാളപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ പുതുമൊഴി വഴികൾ വായിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ചിതറി നിൽക്കുന്ന ഒരു കവിയാണ് അൻവർ അലി. അത് ആ സമീപനത്തിലാവട്ടെ, ഭാഷയിലാവട്ടെ, കവിതയുടെ ദൈർഘ്യത്തിലാവട്ടെ, നീണ്ട കവിതകൾ എഴുതാൻ, ആഖ്യാന കവിതകൾ എഴുതാൻ, ആഖ്യാനത്തിൻ്റെ പല സാധ്യതകളെ പരീക്ഷിക്കാനൊക്കെയുള്ള ഒരു ശ്രമം ആദ്യ കാലത്ത് തന്നെ അൻവർക്കയുടെ കവിതയിൽ പ്രകടമാണ്. ഈ സ്വന്തം തലമുറയുടെ തന്നെ ഒരു പൊതുഭാവുകത്തിനെതിരെയുള്ള ആ ഒരു പോക്ക് രൂപപ്പെട്ടത് എങ്ങനെയാണ്? ഈ ഞാനൊരു നീ കേട്ടിട്ടൊക്കെ ഉണ്ടാവും, ആറ്റൂരിനെ കുറിച്ച് പറഞ്ഞൊരു തമാശ കഥയുണ്ട്. ആറ്റൂരിൻ്റെ അടുത്ത് തന്നെ അത് പി രാമചന്ദ്രൻ പറയുന്നതിന് ഞാൻ സാക്ഷിയാണ്. ട്രെയിനിലിരിക്കുമ്പോൾ നമ്മൾ പി രാമചന്ദ്രൻ
ഒരു കവിയെ ആറ്റൂർ വായിക്കുമ്പോൾ എന്തിനാ ഈ പി രാമചന്ദ്രൻ ഒരു പി പോരെന്ന് വെച്ചു, ഒരു പി വെട്ടി, രാമനും ചന്ദ്രനും കൂടെ ആണെന്ന് പറഞ്ഞ് ചന്ദ്രനും കൂടെ വിടും. അപ്പം അങ്ങനെയാണ് പി രാമൻ ഉണ്ടായതെന്നൊരു കഥയുണ്ട്. അപ്പോൾ ഈ ചുരുക്കെഴുത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ ഒരു ക്രിറ്റിസിസം അതിൻ്റെ അകത്തുണ്ട്. സ്വതവേ അവരെല്ലാം ചുരുക്കെഴുത്തുകാരായിരുന്നു. അവർ ഈ ആറ്റൂരിയൻ ഇൻഫ്ലുവൻസ് കൊണ്ട് കൂടുതൽ ചുരുങ്ങി എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അകത്തുള്ള ഒരു കണ്ടന്റ്. അതിലൊരു ചെറിയൊരു ശരിയുണ്ടായിരുന്നു. ഞാൻ എല്ലാ കാലത്തും ഒരു സംശയാലുമായിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ കവിയുടെ പേര് പറയില്ല, അതിന് ചില കാരണങ്ങളുണ്ട്. രാമേന്ദ്രൻ്റെ പ്രശസ്തമായ ചെറിയ കവിതയില്ലേ, ഇതിൽ വേറെ ലളിതമായ എങ്ങനെ കിളികൾ, അതിൽ അവസാനത്തെ വരി ഇതിൽ വേറെ ലളിതമായ കിളികൾ ആവിഷ്കരിക്കുകയും ചെയ്യും, അത് വേണ്ടാന്ന് പറഞ്ഞൊരു കവി, അതും കൂടെ വെട്ടാൻ പറഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്ന ആ 3 മതി. അപ്പൊ അങ്ങനെ ഇതൊരു ഈ ചുരുക്കെഴുത്തിന്റെ ഒരു തീവ്രവാദം ഇങ്ങനെ ശക്തിപ്പെടുന്ന ഒരു കാലാവസ്ഥ എന്നുണ്ട്. അപ്പം സ്വതവേ ചുരുക്കെഴുത്തുകാരായ രാമേന്ദ്രനും പിന്നെ രാമനും അനിതയും ഒക്കെ അവർ വീണ്ടും വീണ്ടും ചുരുക്കുന്ന ഒരു കാലമാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഒന്നും ഞാൻ ആറ്റൂർ സ്കൂളിൽ പെട്ട ആളായിരുന്നില്ല. മാത്രമല്ല ഞാനും പിന്നെ നിങ്ങളൊക്കെ എത്ര വിമർശിച്ചാലും മനോഹരമായ ചില സ്ഥൂലതകളുള്ള കാട് പോലത്തെ കവിതയ്ക്ക് എഴുതിയ വിനേന്ദ്രൻ്റെ കൂടെ നടന്നൊരു മനുഷ്യനാണ്. വിനേന്ദ്രൻ്റെ കടമ്പറ്റയുടെയും ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയും സാന്നിധ്യം അനുഭവിച്ചിട്ടില്ല. അവരുടെ പിന്നാലെ നടക്കുക, അവരുടെ കൂടെ കവിയരങ്ങിലേക്ക് പോവുക, അവരുടെ സ്കൂളിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പരത്തിയെഴുതുന്ന ദൂഷ്യമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ പരത്തി എഴുതാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്നാണ് ധരിച്ചിരുന്നത്. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിന് കിട്ടിയ വലിയ അംഗീകാരമാണ് ആറ്റൂർ എൻ്റെ ഏകാന്തയുടെ 50 വർഷം എന്നുള്ള കവിത ആ പുസ്തകത്തിൽ പുതുമൊഴി വഴികൾ ഉൾപ്പെടുത്തുന്നു. ആ കവിത ഉൾപ്പെടുത്തിയെന്ന് മാത്രവുമല്ല, എൻ്റെ അടുത്ത് ആറ്റൂർ ആ കവിതയെക്കുറിച്ച് വലിയ അപ്രിസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. ആറ്റൂർ കവിതയെക്കുറിച്ച് സാധാരണഗതിയിൽ അപ്രിസിയേഷൻസ് പറയുന്നത് വളരെ അപൂർവമാണ്. ഈ ആറ്റൂരിയനായ ചുരുക്കെഴുത്തുകാരോട് എന്നോടും ഒക്കെ ഉൾപ്പെടെ എല്ലാവരോടും അത് നന്നായില്ല, ശരിയായില്ല ഇങ്ങനെ പറയുള്ളൂ. അത് എൻ്റെ ഒരുപാട് കവിതകൾ വീണ്ടും വീണ്ടും വെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ പറയും. ടോണിയുടെ പ്ലമേനമ്മയിലെ ചില നല്ല പോർഷൻസ് ഒക്കെ മാഷെടുത്ത് മാറ്റിയിട്ടുണ്ട്. അവസാനം രാത്രി ഞാൻ ടോണിയും കൂടെ ലൂസിയിലിരിക്കുന്ന നേരത്തെ ഞാൻ തിരിച്ചെടുത്ത് വെക്കാമെന്ന് പറയാം. അങ്ങനെ മാറ്റുക, തിരിച്ചെടുത്ത് വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യൻ്റെ രുചികൾ, സബ്ജക്റ്റിവിറ്റി പലതും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അത്ര സുലളിതമായ കാര്യമല്ല. എന്തായാലും ഈ സ്ഥൂലതയ്ക്കും സൂക്ഷ്മതയ്ക്കും ഇടയിലുള്ള ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ വളരെ കോൺഫിഡൻ്റായ പരത്തിയെഴുത്തിൻ്റെ ആളായിരുന്നു. കവിത നീട്ടി എഴുതാവുന്നതിന് ഒരു തകരാറും ഉണ്ടാവില്ല എന്ന് അന്നും ഇന്നും എന്നും ധരിച്ചു. പക്ഷേ എനിക്ക് ഈ സൂക്ഷ്മയുടെ സ്കൂളിൽ നിന്ന് ചില നല്ല സ്കൂളിങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ കവിതയിൽ മുറുക്കി വെക്കണം, കീ കൊണ്ട് മുറുക്കി വെക്കണം. ആ മുറുക്ക ഞാൻ പഠിച്ചത് ആറ്റൂരിയൻ സ്കൂളിലെ എൻ്റെ കൂട്ടുകാരിൽ നിന്നൊക്കെ തന്നെയാണ്. എൻ്റെ കവിതയ്ക്ക് തന്നെ വൃഥാസ്ഥൂലതകൾ പലതും തിരിച്ചറിയാൻ അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ഇപ്പോൾ പിന്നെ ഈ ആടിയാടി അലഞ്ഞ മരങ്ങൾ എന്നുള്ള ആ പുസ്തകത്തിൽ അത് കാണാം. ഞാൻ ഒരുപാട് ഈ ചുരുക്കെഴുത്ത് സ്കൂളിലേക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അടുത്ത് പല കവിതകളുണ്ട്. ഒരുപാട് കവിതകളുണ്ട്. പക്ഷെ എനിക്ക് തൃപ്തി തന്നിട്ടില്ല. പക്ഷെ അതൊക്കെ കൂടുതൽ അബ്സ്ട്രാക്ഷനിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. ആയിരിക്കും. അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ കോൺഷ്യസ് ഒന്നും ആയിരുന്നില്ല. കാരണം ചുരുക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മോട്ടോ എന്നുള്ളത് എന്നെ സ്വാധീനിച്ചിട്ടൊക്കെയാണ്. പക്ഷെ എൻ്റെ അടിസ്ഥാനപരമായ കവിത്വത്തെ അതിന് സ്വാധീനിക്കാൻ ഞാൻ വിചാരിച്ചപ്പോൾ പറ്റൂലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ക്രമേണ അതിൽ നിന്ന് പുറത്തു വരുന്ന പിന്നീട് ഇപ്പോഴും ഞാൻ അങ്ങനത്തെ ഒരു സ്കൂളിങ്ങിൻ്റെ അത് പഠിച്ച പാഠങ്ങൾ എന്നെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ചുരുക്കെഴുത്ത് മാത്രമല്ല, ഇപ്പോൾ ആറ്റൂര്യൻ എന്ന് പറയാവുന്ന ഒരു സംഗതി ഈ ക്ലാരിറ്റി ഓഫ് മെറ്റഫർ എന്ന് പറയുന്നത്, അത് അഭിവ്യക്തി എന്നൊക്കെയാണ് ടോണിയൊക്കെ പറയുന്നത്, മലയാളം വാദ്യന്മാർ പറയുന്നത്. അപ്പം വളരെ വ്യക്തമായ അർത്ഥം, പ്രൈമറി മീനിങ് വേണം. അത് ഞാൻ ശീലിച്ചു. അതെനിക്ക് മുമ്പ് ശീലമില്ലായിരുന്നു. ആംബിഗസായ, ഇപ്പോഴും എനിക്ക് ആംബിഗസായ അർത്ഥങ്ങളോട് ഇഷ്ടമൊക്കെയാണ്, വായിക്കുമ്പോൾ വലിയ ഇഷ്ടമാണ്. അങ്ങനത്തെ കവികളെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഒടുവിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ പോൾ ഹെൻറി എന്ന് പറയുന്ന വെൽഷ് കവിയുടെയൊക്കെ ഒരുപാട് അർത്ഥം ഞാൻ ആടും ചില സ്ഥലത്ത് തന്നിട്ട്. അതെനിക്ക് ഇഷ്ടമാണ്. അത് അത്ര എളുപ്പമല്ല അത് എഴുതാൻ. വലിയ കവികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ പ്രൈമറി മീനിങ് കോൺക്രീറ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണെന്നൊരു തോന്നൽ എന്നെ പഠിപ്പിച്ചത് 90-കളിലെ
ഞങ്ങളുടെ സുഹൃത്ത് ഇപ്പോൾ ആറ്റൂരിയൻ നിന്ന് എല്ലാവരും വിളിക്കുന്ന ജനറലി വിളിക്കുന്നത് വരെ എൻ്റെ സഹകവികളായ അതിനേക്കാൾ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അതിനേക്കാൾ മുമ്പ് തന്നെ ഞങ്ങളുടെ ഈ ഗ്യാതറിങ്ങൾക്ക് മുമ്പിൽ തന്നെ ഞാൻ പലപ്പോഴും പറയാറില്ലാത്തൊരു കാര്യമാണ്, പക്ഷെ അതും കൂടെ ഇത്രയും പേഴ്സണലായ ഒരു എൻ്റെ കവിതയുടെ പ്രോസസ്സിനെ കുറിച്ചുള്ള ഡിസ്കഷനായി മാറിയതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഏതാണ്ട് ഒരു 10-20 വയസ്സ് മുതൽ ഈ ഡിബേറ്റ് വ്യാപകമായിട്ട് നടന്നിരുന്നത് ഞാനും അനിതയും തമ്മിലാണ്. ഞങ്ങളാണ്ട് ഒരേ കാലത്ത് എഴുതി വരുന്ന ആളുകളും വളരെ അടുത്ത സുഹൃത്തുക്കളും ഏതാണ്ട് ഒരു കാവ്യ സാഹോദര്യം എല്ലാ അർത്ഥത്തിലും ഉണ്ടായിരുന്ന കൗമാരമാണ് ഞങ്ങൾ. അവൾ എഴുതുന്ന എല്ലാം ഞാൻ വായിക്കും, ഞാൻ എഴുതുന്ന എല്ലാം അവളും വായിക്കുകയാണ്. അക്കാലത്ത് വളരെ ക്രിട്ടിക്കലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അവൾ ലിറ്ററേച്ചർ പഠിച്ച ആളല്ല, ഞാൻ ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. അവൾ എഞ്ചിനീയറിംഗ്. പക്ഷെ അക്കാലത്ത് ആദ്യകാലത്ത് പ്രത്യേകിച്ച് ഞാൻ മലയാളം പഠിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് മീറ്റർ പോലത്തെ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ അവൾക്ക് വലിയ കൗതുകം. അവൾ എൻ്റെ അടുത്താണ് ഇൻസ്പയർഡ് ആയിരുന്നു. ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും അവൾ കവിതയിൽ നല്ലപോലെ മാസ്റ്റർ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ അവൾ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. അങ്ങനെയുള്ള ഒരു പക്ഷേ ഞങ്ങളുടെ ഈ ഗ്യാതറിങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ കവിതയിൽ കവിതയുടെ ഏറ്റവും സ്ട്രെങ്തൻഡായ ഏരിയകളെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ എനിക്ക് പ്രേരണയായിട്ടുള്ളത് ഞങ്ങൾ തമ്മിൽ ഡിബേറ്റുകളാണ്. വെട്ടേണ്ട അടുത്ത് വെട്ടുക, എഴുതേണ്ട അടുത്ത് എഴുതുക, ഒഴിവാക്കേണ്ട കവിത ഒഴിവാക്കുക, വീണ്ടും തിരുത്തേണ്ട തിരുത്തുക, ഇങ്ങനെയുള്ള പ്രോസസ്സ്. ഇത് ഞങ്ങൾക്ക് അനിതയുടെ കവിതയിൽ എനിക്കും അങ്ങനെ റോൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ സാധാരണ ഇൻ്റർവ്യൂവിനൊന്നും അങ്ങനെ പറയാറില്ലാത്തൊരു കാര്യമാണ്, പേഴ്സണലായ കാര്യമാണ്. പക്ഷേ എനിക്ക് ഈ കോണ്ടക്സ്റ്റ് ചെയ്ത് വളരെ പ്രധാനമാണ്. ഈ ഗ്രൂപ്പ് എന്നുള്ളതിനേക്കാളും കൂടുതൽ അങ്ങനെ ഒരു സംഘം ഉണ്ടായി വന്നതിനേക്കാൾ കൂടുതൽ ഷാറ്റൂരിനെ പോലെ കവിയേക്കാൾ കൂടുതൽ ഞങ്ങൾ തമ്മിലുള്ള ഡിബേറ്റ് വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ കവിത നന്നാക്കിയിട്ടുണ്ട്. അതാണ് എനിക്ക് അതിൻ്റെ അത് പറയാനുള്ളൊരു കാര്യം. ഈ എഴുത്തിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് പറയുന്നതോട് കൂട്ടത്തിൽ തന്നെ സംസാരിക്കേണ്ട ഒരു കാര്യം എഡിറ്റിങ്ങിനെ കുറിച്ചാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ ലോങ് നെറേറ്റീവായിട്ടുള്ള കവിതകൾ ഒരു വർഷങ്ങൾ എടുത്തുകൊണ്ട് എഴുതുന്ന ഒരു പ്രോസസ്സിൻ്റെ അകത്ത് ഈ എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കൂടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം എഴുതിയ ഒരു ഡ്രാഫ്റ്റിനെ പല നിലകളിൽ അത് പുതുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വർഷങ്ങളോളം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ കവിതകൾ ഒടുവിൽ അൻവർക്ക് ഉപേക്ഷിക്കുന്ന ഒരു ശീലം കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ ഏകദേശം 70-ലേറെ കവിതകൾ കളഞ്ഞു എന്ന് പറഞ്ഞു. എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ഒരു കവിത എഡിറ്റ് ചെയ്ത് അവസാനം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ വീക്ക്നെസ്സാണത്. നമ്മൾ കൈയൊതുങ്ങാത്തൊരു പണി ചെയ്യുന്നുള്ള നമുക്ക് ബോധ്യപ്പെട്ടാൽ ഉപേക്ഷിക്കണം. അതിപ്പോൾ നമ്മൾ ഒരു കാലത്ത് കൃതഹസ്ഥനായ കവിയാണെന്ന് വിചാരിക്കുന്നില്ല ഞാൻ. ഒരു കവി അങ്ങനല്ലെന്ന് എൻ്റെ വിചാരം. നിങ്ങൾ ഒരു പുതിയ കവി എഴുതുന്ന തൊട്ട് മുമ്പ് നിങ്ങളുടെ ഉള്ളിൽ ഒരു വോയിഡ് വരും, ശൂന്യത വരും. ഒരു മെറ്റഫറുകൾ വരുന്നതോടൊപ്പം കൂടുതൽ ശൂന്യത കൊണ്ട് വരും. അയ്യോ എനിക്കിത് എഴുതാൻ പറ്റുമോ എന്നുള്ളത് ഈ സംശയം, ഈ ആദി ഉണ്ടല്ലോ, ഈ ആദി ആ വോയിഡ് ഇല്ലാത്ത ആരും സ്വന്തമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആ വോയിഡ് ഉണ്ടാക്കുന്ന ഭയമുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ആദ്യമായിട്ട് എഴുതാനിരിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു വിറയുണ്ട് അതിൻ്റെ അകത്ത്. അത് നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ അവസാനത്തെ കവിത എഴുതണം വരെ വേണമെന്നുള്ള എൻ്റെ ധാരണ. അതാണ് എന്നെ ഈ തിരുത്തലുകൾക്കും ഉപേക്ഷിക്കലുകൾക്കും എല്ലാം പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ നെഗറ്റീവ് എനർജി. അത് നല്ലതാണ്. അത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ വീക്ക്നെസ്സിനെ കുറിച്ചിട്ടുള്ള പല കവിതകളും എനിക്ക് പറ്റാത്തതുകൊണ്ട് തന്നെയാണ്. ഈ ഇത്രയും ചിലപ്പം ഒരു പക്ഷേ വലിയ ചില ഗ്രേറ്റായ ചില കവികൾക്ക് ഒന്നും ബാധകമല്ലായിരിക്കും കേട്ടോ. ഒറ്റ എഴുത്തിന് പോണ കവികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. റിംബോ ഏതോ 28 വയസ്സിൽ മരിക്കും, 22 വയസ്സിലോട്ട് 22-23 വയസ്സിലെ കവിത എഴുത്ത് നിർത്തി. അത് കഴിഞ്ഞ് എവിടെ പോയി കൃഷി ചെയ്യുന്നോ കച്ചവടം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പോയി അത് 30 വയസ്സോടെ മരിക്കുകയും ചെയ്തു. ഇപ്പം ഞാൻ എൻ്റെ 58 വയസ്സുള്ള എൻ്റെ വോളിയത്തെക്കാളും കൂടെ ആളുണ്ട് അദ്ദേഹത്തിൻ്റെ മൊത്തം കൃതിയിൽ. അപ്പം അങ്ങനെ നിയമമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ തിരുത്തി എഴുതുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വീക്ക്നെസ്സിനെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ രാമാനുജനൊക്കെ അദ്ദേഹത്തിന്റെ അവസാനം വരെ മുമ്പ് എഴുതിയ കവിതകൾ പോലും വീണ്ടും വീണ്ടും തിരുത്തുന്ന ഒരുപാട് പേര് അങ്ങനത്തെ. എനിക്കൊന്ന് കവിതയിൽ സ്പെഷ്യലൈസ് ചെയ്ത പലരും ഒട്ടുമിക്ക പേരും അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. ഞാൻ ചോദിച്ചത് ആക്ച്വലി കുറച്ചുകൂടി ലിംഗ്വിസ്റ്റിക്കലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഇപ്പം ഞാൻ എനിക്കത് അങ്ങനെ നിനക്ക് മുഴുവനായിട്ട് പറഞ്ഞു തരാനെ കൊണ്ട് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ എസ് ജോസഫ് ആയിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഒരിക്കൽ പുള്ളി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എന്ന വാക്ക് കണ്ടാൽ അത് വെട്ടും എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പോലെയുള്ള ഒരു വാക്ക് കവിതയിൽ നിരന്തരം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളൊരു ശ്രദ്ധ പുള്ളിക്കുണ്ട്. അപ്പോൾ അത് എഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പുള്ളി കൈവരിച്ചിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതികളുണ്ടോ?
എനിക്കും ഒന്നാമത് മലയാള ഭാഷയ്ക്കകത്ത് തന്നെയുള്ള ഒരു വലിയൊരു നമ്മുടെ പല ദ്രാവിഡ ഭാഷകൾക്കുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് സ്പീക്കിംഗ് സബ്ജക്റ്റ് വേണമെന്നില്ല. ലിംഗ്വിസ്റ്റിക്കലി തന്നെ ഞാനെന്നോ അവനെന്നോ പറയാതെ നമുക്കൊരു സെൻറ്റൻസ്, പ്രത്യേകിച്ച് സെക്കൻഡ് സെൻറ്റൻസ് ആകുമ്പോൾ ധൈര്യമായിട്ട് പറയാം. ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ മാത്രം ഞാനെന്നോ അവനെന്നോ പറഞ്ഞാലും മതി. ഇതൊന്നുമില്ലാതെയും പറയാം. ഒരു ആത്മബോധത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരു സെൻറ്റൻസ് ഞാനില്ലാതെ പറയാൻ പറ്റും നമ്മുടെ ഭാഷയിൽ. ഇംഗ്ലീഷിൽ പറ്റൂല. അപ്പം ആ സാധ്യത ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. ഞാനും ഈ പറഞ്ഞ പോലെ ഞാൻ വെട്ടുന്ന ഒരാളാണ്, കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുന്ന ഒരാളാണ്. എനിക്ക് വായിക്കുമ്പോഴും ആ പ്രശ്നം. പലരും അത് ഞാൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു ഞാൻ പുട്ടിന് പീര പോലെ എടുത്ത് കാണുമ്പോൾ ചൊറിഞ്ഞു വരും ഒരു. അതെ, ഒരു പിന്നെയും കുഴപ്പമില്ല. ഈ ഞാൻ ഭയങ്കര മെഗലോമാനിയ ഉണ്ടാക്കും, ഒരു അവനവൻ ബോധം ഉണ്ടാക്കും. അത് പിന്നെ പിന്നെ ഞാൻ എന്നുള്ള മാത്രമല്ല, ഈ എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് എനിക്കത് എങ്ങനെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ, അതായത് ഭാഷയാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ എക്സ്പീരിയൻസോ കവിതയുടെ കണ്ടന്റോ ഒന്നുമല്ല, അതവിടെ ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ വീരാങ്കത മാലിയ തന്നെയാണല്ലോ, അതിൽ തന്നെ ഈ കുട്ടി പോയിട്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് സ്കൂളിൽ പോകാതെ അവിടെ ഇപ്പോൾ ഇരിക്കുന്നൊരു ഭാഗമുണ്ട്. വെയിൽ പരത്തി വിരിച്ചൊരു നിഴലിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്നൊരു ഭാഗമുണ്ട്. അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും അവനെ കളിയാക്കുന്നല്ലോ തോന്നുകയാണ്. ഈ പരീക്ഷയ്ക്ക് തോറ്റൻ്റെ കെയർ ഓഫിലും. അപ്പം അവിടെ എത്തിയപ്പം ഞാനത് കുറച്ച് വിസ്തരിച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ വേണേ അതാ നിനക്ക് ഭാവം, അതായത് ഇനിയും വേണമെങ്കിൽ എനിക്ക് എഴുതണം തോന്നുന്നത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ. അല്ല, അത് വിസ്തരിക്കാൻ പറ്റും. ഞാൻ പറയാൻ കാരണം, വെയിൽ പരത്തി വിധിച്ച വാഗത്തണലത്തൊന്ന് മയങ്ങി അണലി കണക്കൊരു ദുസ്വപ്നം വന്ന് അവനെ വരിഞ്ഞു മുറുക്കി. 8ാം ക്ലാസ്സിൽ പൊട്ടിയുന്നു ദിക്കെട്ടും കെട്ടൊരു പാട്ട്, വാലു ചുരുട്ടി പാഞ്ഞു വാഗച്ചില്ലയിൽ ഞാനൊരു കാറ്റ്, ചൂളമരം മൂളുന്നു കാറ്റത്തൂളത്തരമൊരു മൂളൽ, അത് കേട്ട് അണ്ണാർ കണ്ണന്മാർ ചിലരർത്ഥം വെച്ച് ചിലച്ചു, വാപൊത്തിയിട്ടൊരടക്കിച്ചിരി പൂവാകയിലാകെ വിരിഞ്ഞു. ഇത്രയും വർണ്ണനയുടെ ആവശ്യമുണ്ടോന്നും ആറ്റൂരാണ് ചിലപ്പോൾ വിട്ടുപോകും. ഇത് എനിക്ക് ഇത്ര എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇതിൻ്റെ ഇത്ര ഇടശ്ശേരി ഉണ്ടെന്ന്. അപ്പം നമ്മുടെ ലിംഗ്വിസ്റ്റിക് ട്രഡീഷനും പോയറ്റിക് ട്രഡീഷൻ്റെ സ്വാധീനം ഇതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ കവിതകളിലെ ഈ വൃത്തത്തിൻ്റെയും ഒക്കെ ആയിട്ട് ലിംഗ്വിസ്റ്റിക് ആയ ഒരു താളത്തിൻ്റെ ഒരു ആ ഓളത്തിലുള്ള ഒരു ഉയലാടലുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇടശ്ശേരിയെ പോലൊരു കവിയുടെ വിസ്തരിക്കലുമുണ്ട്. ഇത് രണ്ടും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അബോധത്തിൻ്റെ സൈഡിൽ കൂടി ഇത് വരും. നമ്മളതിന് വിട്ടുകൊടുക്കണം. പിന്നെ വേണമെങ്കിൽ വെട്ടാം, വിട്ടുകൊടുക്കുക, ചിലപ്പോൾ വെട്ടിക്കളയുക, ചിലപ്പോൾ വെട്ടിക്കളഞ്ഞ് വീണ്ടും വിട്ടുകൊടുക്കുക. അങ്ങനത്തെ പ്രോസസ്സ് ഇത്തരം ലോങ് ആയ കവിതകൾ, അതിനെല്ലാം അടിസ്ഥാനം ലാംഗ്വേജാണ്, കണ്ടന്റ് അല്ല. ഈ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടോ? എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എഡിറ്റ് ചെയ്യും, ഇടയ്ക്ക് തന്നെ എഡിറ്റ് ചെയ്യും. ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള വരികൾ ഭയങ്കര മനോഹരമായിട്ട് വന്നുകൊണ്ടിരിക്കും, അപ്പോൾ എഡിറ്റ് ചെയ്യാതിരിക്കും. ഇതൊരു പിന്നെ സെൽഫ് കോൺഷ്യസ് ആയ പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ എന്തൊക്കെ അത്ര എനിക്ക് പറയാം, അത് ചിലപ്പോൾ വെട്ടി ചിലപ്പോൾ വെട്ടിയില്ലാന്നിരിക്കും. ഈ സ്പോണ്ടേനിറ്റി പോലൊരു സെൽഫ് കോൺഷ്യസ് ആയ പ്രോസസ്സാണ് വാസ്തവത്തിൽ. അല്ലാതെ അതിനൊരു നമ്മളൊന്നും അറിയാവുന്നതല്ല വരുന്നത്, നമ്മുടെ ജ്ഞാനത്തിൽ തന്നെ വരുന്നതാണ്, നമ്മുടെ കാവ്യജ്ഞാനത്തിൽ. ഇപ്പം ഇതുപോലെയാണ് ഹൂറി കൊണ്ടുപോയ പാട്ടുകൾ സോങ് ആയിട്ട് എഴുതി തുടങ്ങിയ സാധനമാണ്. അതിൽ ഇടശ്ശേരിയാണ് വന്നത്. ഞാൻ ഇപ്പോഴത്തെ പകുതി ഇടശ്ശേരിയുടെ പ്രയാതം പിടികൂടുന്നതാണ്. മലയാളത്തിൽ ആഖ്യാന കവിത എഴുതുന്ന ഒരാൾക്ക് ഇടശ്ശേരിയുടെ ബാധ ഒരുപക്ഷെ ഞാൻ എഴുതുമ്പോഴത്തേക്കും ഞാനിപ്പോൾ അടുത്ത കാലത്ത് കോൺഷ്യസ്ലി കൊണ്ടുവന്നിട്ടുള്ള മുസ്ലിം സ്വത്വബോധത്തിൻ്റെ സംഭവങ്ങൾ എന്നെ ചിലപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ ഒക്കെ ടെക്സ്റ്റുകളുടെ എലമെൻസിലേക്ക് കൊണ്ടുപോകുണ്ടാവും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എൻ്റെ കാവ്യ വിദ്യാഭ്യാസം നടക്കുന്ന മലയാള കവിതയുടെ ഒരു മെയിൻ സ്ട്രീം പാരമ്പര്യത്തിൽ ഇടശ്ശേരിയിലാണ്. ഇടശ്ശേരി എന്നെ പിടിക്കും, എനിക്കറിയാം. ഇടശ്ശേരി വരുന്നത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും പൊന്നാനി കളരി എന്ന് പറഞ്ഞ് ഈ മറ്റു പൈങ്കിളികളെടുത്ത് ഞാൻ പറയും ഇടശ്ശേരി നിങ്ങളുടെ ഒന്നും അല്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിനക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ പ്രോസസ്സിൽ ഈ പ്രോസസ്സാണ്, ഈ പ്രോസസ്സിൻ്റെ സ്പോണ്ടേനിറ്റിക്ക് വിട്ടുകൊടുക്കണം. ഈ പ്രോസസ്സിന് നിങ്ങളെ പ്രാപ്തനാക്കലാണ് പരിചയം, കാവ്യപരിചയം. അത് നിങ്ങളുടെ വായന എടുത്തുകൊണ്ട് ശീലം കൊണ്ടുണ്ടാകും. ഇപ്പം നിങ്ങൾ യങ്സ്റ്റേഴ്സ് വാസുത്തി ഉണ്ടല്ലോ, ഈ എന്ത് തരത്തിൽ എഴുതാനുമുള്ള സ്വാതന്ത്ര്യത്തിന് നമ്മളെ വിട്ടുകൊടുക്കാനാണ് പഠിക്കേണ്ടത്. കവിത എഴുതാൻ പഠിക്കുകയല്ല, കവിത എഴുതാനുള്ള സ്വാതന്ത്ര്യത്തിനെയാണ് നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത്. ബാക്കി നമ്മുടെ ഉള്ളിലുണ്ട് കേട്ടോ, നമ്മുടെ വായനയിലും എഴുത്തിലും ഒക്കെ തന്നെ കിടപ്പുണ്ട് സാധനം. ആ എലമെൻസിന് കിട്ടുന്ന സ്വാതന്ത്ര്യം വളരെ പ്രധാനമാണ്. അത് ചിലർക്ക് ചുരുക്കെഴുത്തായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്, ചിലർക്ക് പരത്തി എഴുത്തായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്.
ചിലർക്ക് അത് പാട്ട് പോലെ വരും, ചിലർക്ക് അത് വളരെ പ്രൊസൈക്കായിട്ട് വരും, ചിലർക്ക് സാമൂഹ്യ ശാസ്ത്രം മാത്രമായിട്ടും വരും. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ വന്നാലും അതിന് വിട്ടുകൊടുക്കാനും ഉള്ളൊരു പട്ടത്തിൻ്റെ നൂല് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ അതിന് വിട്ടുകൊടുക്കാൻ പറ്റും നമുക്ക് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഇതിനകത്തുണ്ട്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറൊന്നും ശ്രദ്ധിക്കരുതെന്നുമാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ.